നമസ്തേ. പരിപാവനമായ ദ്വാരകായാത്രയുടെ മധ്യത്തിൽ സോമനാഥയിലേക്കുള്ള വഴി മധ്യയാണ് നമ്മളിപ്പോൾ ജാമ്പവാൻ്റെ ഗുഹയിലെത്തിയിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഏതാണ്ട് 50-ലധികം ആൾക്കാർ ഈ ഗുഹയിൽ ഇറങ്ങി ദർശനമൊക്കെ കഴിഞ്ഞ് പോയിരിക്കുകയാണ്. ഗുഹയുടെ ഏറ്റവും അന്തർഭാഗത്തുള്ള ആ ഒരു പിക്ചറാണിത്. ഇതിൻ്റെ പുറകിലായിട്ട് കാണുന്ന ആ പടം, അവിടെ ജാമ്പവതി ഭഗവാൻ, ഇവിടെ വെച്ചിട്ടായിരുന്നു ഭഗവാൻ ജാമ്പവതിയെ വിവാഹം കഴിച്ചത്. ഇതാ ഈ ഒരു സ്ഥലം. മണി തേടിയുള്ള വരവിൽ ഭഗവാൻ കുട്ടികളുടെ കയ്യിലെ മണിയുണ്ടെന്ന് ശങ്കിച്ച് അവരുടെ പുറകിന് വന്ന് ജാമ്പവാനുമായി ഏറ്റുമുട്ടുകയും വലിയൊരു യുദ്ധം തന്നെ ഉണ്ടാവുകയും അതിനുശേഷം ജാമ്പവതിയെ ജാമ്പവാൻ ഭഗവാൻ കൊടുക്കുകയും ചെയ്യുന്ന ആ ഭാഗവതത്തിലെ ഭക്തി നിർഭരമായ സന്ദർഭത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് ഈ ഗുഹ ഇവിടെ ഉള്ളത്. ഇതിന് ജാമ്പവാൻ ഗുഹ അല്ലെങ്കിൽ ജാമ്പവതി ഗുഹ എന്നൊക്കെ പറയും. ഞങ്ങളുടെ ദ്വാരകായാത്രയുടെ മധ്യത്തിൽ ഞങ്ങൾ ഈ ജാമ്പവാൻ ഗുഹ ദർശിച്ച് മടങ്ങുകയാണ്. വളരെ മനോഹരമായ ഗുഹയാണ്. ഏകദേശം 1000-ഓളം ആൾക്കാർക്ക് നിൽക്കുവാൻ സാധിക്കുന്ന അത്ര വിശാലമാണ് ഇത്. കുറേ താഴേക്ക്, വളരെ താഴെ ഇറങ്ങി വന്നാണ് ഞങ്ങൾ ഈ ഗുഹയിൽ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു അന്തർഭാഗത്ത് കുറച്ച് ഇരുട്ടായിട്ടുള്ളൊരു പ്രദേശമുണ്ട്. അവിടേക്ക് ഇപ്പം നമ്മളെ കടത്തി വിടുന്നില്ല. അവിടെ അവർ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അവിടെ ഇരുട്ടാണ്, ലൈറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് വളരെ കാം ആൻഡ് ക്വയറ്റ് പീസായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. വലിയൊരു ഗുഹയാണ്. ഭഗവാന്റെ ഒരു ശംഖ് കാണാം ഇവിടെ. ഈ ഗുഹയിൽ നിന്നും ഇനിയും വളരെയധികം താഴേക്ക് ഒരു കിണറുണ്ട്. അതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ധ്യാനിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലമാണ്. ഇതാണ് ഗുഹയിലുള്ള കിണർ. सीसीटीवी कैमरा लगा है। ഭഗവാന്റെ ശംഖ് കാണാം നമുക്കിവിടെ. ഇതാണ് ഭഗവാന്റെ ശംഖ്. ശിവലിംഗം. വെളിച്ചം കിട്ടുവാൻ വേണ്ടി വെന്റിലേഷൻ അറേഞ്ച് ചെയ്തിട്ടാണ്. ഇത്രയും ഹൈറ്റുണ്ട് ഗുഹയ്ക്ക്. ഓരോ സ്റ്റെപ്പുകൾ ഇറങ്ങി, അനേകം സ്റ്റെപ്പുകൾ ഇറങ്ങിയാണ് ഗുഹയിലേക്ക് വന്നത്. കയറി പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്ത് താഴ്ചയിലാണ് ഗുഹ സ്ഥിതി ചെയ്യുന്നതെന്ന്. താഴ്ചയിലാണെങ്കിലും വളരെ വിസ്താരമായിട്ടുള്ള ഒരു ഗുഹയാണ്. നിങ്ങൾ ഇറങ്ങുമ്പോൾ പിന്നെ തങ്ങൾ നിങ്ങൾ വഴി കൊടുത്തു പോയി. മക്കളും വരാ. വീഡിയോ റെക്കോർഡിംഗ് എടുത്തുണ്ട്. കയറുണ്ട്, കയറ് നീ വിളിച്ചല്ലേ.
ഗുഹയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഗുഹയൊക്കെ കണ്ട് ദർശനം കിട്ടി. ഗുഹയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ് എല്ലാവരും. ഇതാണ് ജാംബവാൻ ഗുഹ. ടീച്ചറെ, ഗുഹയെക്കുറിച്ച് 2 വാക്ക് പറയാം. Jambavati Gufa, which is mentioned in Bhagavatam and in all historical epic everything. And this is place where Jambavan given his daughter to Lord Krishna. So Jambavati Parinayam, Jambavati Vivaham, marriage. This took place here. Okay, and because of that Semantakamani, Lord Krishna came in search of Semantakamani and he had a fight with Jambavan for 27 days, and later he understood this is Lord Ram only. ഞങ്ങളുടെ ടീച്ചർ രാധാ പ്രസാദ് ജിയാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ദൈവമാണോ?